ഈ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചെന്ന കേസ് പൊളിയും. എന്താ ഉറക്കം വരുന്നു. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി. പിന്നൊന്നും ഓർമ്മയില്ലടോ. കുനിഞ്ഞ മർമ്മം അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ച? എന്തിനാ കുനിഞ്ഞത്? നീ വരാൻ വേണ്ടി കുനിഞ്ഞതാ. മാരകായുധം ഉപയോഗിച്ച് മന്ത്രിയെ ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു കണ്ണൂരിലെ KSU കരിങ്കൊടി പ്രതിഷേധത്തിനെതിരായി വന്ന കേസ്. എന്നിട്ട് അച്ഛൻ അവനെ ഒന്നും ചെയ്തില്ലേ? ഇരുട്ടടി ആയിരുന്നില്ലേ, ഒന്നും കാണാൻ മേലായിരുന്നു. 5-6 പേരുണ്ടായിരുന്നു എന്നാ തോന്നുന്നേ. 3-4 പേര് ചേർന്ന് എന്റെ കൈ പിന്നിലേക്ക് പിടിച്ചു കെട്ടി. കൈ പിന്നിലേക്ക് പിടിച്ചു കെട്ടുമ്പോ പെടലി എങ്ങനെ പെടലിന്നല്ലേടോ കൈ മുളയ്ക്കുന്നത്. ഇന്നലെ കോടതിയിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ വന്നപ്പോൾ ആയുധമില്ല എന്ന് പോലീസ് തന്നെ മൊഴി നൽകി. ഇന്ന് മെഡിക്കൽ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ മന്ത്രിയുടെ കഴുത്തിൽ ആയുധം കൊണ്ടുള്ള പരിക്കില്ല എന്ന് വ്യക്തമാകുന്നു. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം നീ കേട്ടാ. പിന്നെ എന്തിനായിരുന്നു നാട് മുഴുവൻ കയറി ഇറങ്ങി നടന്ന SFIയും DYFIയും ഒക്കെ അന്ന് പ്രതിഷേധ കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടിയതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ആക്രമണമല്ല പ്രതിഷേധം ആണ് എന്ന് പറഞ്ഞ നേതാക്കളെയൊക്കെ അന്ന് തിരുത്തിക്കൊണ്ട് രംഗത്ത് വന്നത് CPMന്റെ മുതിർന്ന നേതാക്കളാണ്. കരിങ്കൊടി പ്രതിഷേധമല്ല, നടന്നത് വധശ്രമമാണ്, ആക്രമണമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന നേതാക്കളുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. വേണ്ട വേണം വേണ്ട വേണം വേണ്ട അടക്കമുള്ള പരിശോധനകൾക്ക് ശേഷം മന്ത്രിയുടെ കഴുത്തിന്റെ വലതുഭാഗത്തുള്ള അവിടെയാണ് ഇടിയേറ്റത്. കഴുത്ത് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിക്കുമ്പോൾ വേദന ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മന്ത്രി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ ശരീരത്തെ ആകെ ബാധിച്ചിട്ടുണ്ട്. ഇത് പ്രതിഷേധമല്ല, കൊല ചെയ്യാനുള്ള നീക്കമാണ്. നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ നുണ പറയണേ? ശീലായി പോയി കുരിഞ്ഞട്ടാ, മാറ്റണം. നല്ല ശീല, നീ ഞാൻ പറഞ്ഞോണ്ട് മാറ്റണ്ട. ആ നീക്കമാണെന്ന് പോലീസ് തന്നെ കണ്ടെത്തിയിരിക്കുന്നത് മെഡിക്കൽ റിപ്പോർട്ടിലൂടെ വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നത്. 3/15 അന്നേ ദിവസം മന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടാകുന്നു, ഉന്തും തള്ളുമുണ്ടാകുന്നു. അതിനുശേഷം മന്ത്രി തനിക്ക് പരിക്ക് പറ്റി, കഴുത്തിന് ആക്രമിച്ചു എന്ന് പറയുന്നു. നേരെ ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്നു. ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരെ, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലായിടവും ചുറ്റും. എന്തിനെ? നിനക്കെന്തൊരു നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ, സർക്കാർ ആശുപത്രിയല്ലേ. ചുമ്മാ ഉള്ള പ്ലാസ്റ്ററെല്ലാം എടുത്ത് വലിച്ചുവാരി ചുറ്റടേ. ജില്ലാ ജനറൽ ആശുപത്രിയിലെ ആക്സിഡന്റ് രജിസ്റ്റർ കം വൂണ്ട് സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് നൽകുന്നത്. ഇതിൽ സാധാരണയായി ഇത്തരത്തിലുള്ള വൂണ്ട് സർട്ടിഫിക്കറ്റിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏത് തരത്തിലുള്ള അക്രമമാണെന്ന് അവിടെ വിശദീകരിക്കും. മാത്രമല്ല എന്താണ് പേഷ്യന്റിന് സംഭവിച്ചിരിക്കുന്നത് എന്നും പറയും. ഇതിൽ കൃത്യമായി പറയുന്നത് ടെൻഡർനെസ് ഓവർ അപ്പർ നെക്ക് റൈറ്റ് സൈഡ്, കഴുത്തിന്റെ വലതുഭാഗത്ത് കൈകൊണ്ട് അമർത്തുമ്പോൾ അല്ലെങ്കിൽ തൊടുമ്പോൾ മാത്രം വേദന ഉണ്ട് എന്നാണ്. ടെൻഡർനെസ് ഓവർ ബാക്ക് ഓഫ് നെക്ക്, കഴുത്തിന്റെ പുറകുവശത്തും തൊടുമ്പോൾ വേദനയുണ്ട്. റേഞ്ച് ഓഫ് മൂവ്മെന്റ് ആർ പെയിൻഫുൾ, കഴുത്ത് തിരിക്കുമ്പോൾ, തല തിരിക്കുമ്പോൾ വേദനയുണ്ട്. ടെൻഡർനെസ് ഓവർ റൈറ്റ് പോസ്റ്റ് ആറിക്കുലർ ഏരിയ, ചെവിയുടെ ഭാഗത്ത് തൊടുമ്പോൾ വേദനയുണ്ട്. ടെൻഡർനെസ് ഓവർ റൈറ്റ് എൽബോ, വലത് കൈമുട്ടിനും ഇതുപോലെ തന്നെ തൊടുമ്പോൾ വേദനയുണ്ട്. ഇത് മാത്രമാണ് മെഡിക്കൽ ഈ പരിശോധനയിൽ ഫൈൻഡിങ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന കോളത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ചതവോ മുറിവോ ആയുധം ഉപയോഗിച്ച് മന്ത്രിയുടെ കഴുത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പ്രാഥമികമായുള്ള പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു. അപ്പത്താ തട്ടിപ്പാണല്ലേ നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ഈ KSU പ്രവർത്തകരെ കഴിഞ്ഞ 2 ആഴ്ചയോളമായി കണ്ണൂരിൽ സബ് ജയിലിൽ ഇട്ടിരിക്കുന്നത് അവർ വധശ്രമത്തിന് ശ്രമിച്ചു എന്ന കേസിലാണ്. വധശ്രമ കുറ്റം ചുമത്തിയാണ് 2 ആഴ്ച ജാമ്യമില്ലാതെ ഇടുന്നത്. ഇന്നലെയാണ് ജാമ്യം ലഭിച്ചത്. അല്പസമയത്തിനകം ശേഷം മാത്രമാണ് KSUവിന്റെ 5 ജില്ലാ നേതാക്കൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. കേസിൽ 2 ആഴ്ച ജാമ്യമില്ലാതെ ജയിലിൽ കിടന്ന 5 KSUക്കാർ ഇന്ന് ജയിൽ മോചിതരാവുകയാണ്. വലിയ സ്വീകരണം ഒരുക്കിയാണ് കോൺഗ്രസ് ഇവരെ ജയിലിന് മുന്നിൽ സ്വീകരിച്ചത്. അപ്പോൾ എന്തിന്റെ പേരിലായിരുന്നു വധശ്രമ കേസ് ചുമത്തിയത് എന്ന് സർക്കാർ മറുപടി പറയണം എന്നാണ്
ഇവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. ചോദ്യങ്ങളൊക്കെ തിരിയുന്നത് CPM-ന് നേർക്ക് തന്നെയാണ്, നേതാക്കൾക്ക് നേർക്ക് തന്നെയാണ്. പ്രതിഷേധമല്ല, വധശ്രമമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് CPM-ഉം മന്ത്രിയും പോലീസും ഒക്കെ ശ്രമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് ഈ സമയത്ത് ബാക്കിയാകുന്നത്. അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയാ. ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. തുടർച്ചയായ ചികിത്സാ പിഴവ് ആരോപണങ്ങളിൽ മുഖം നഷ്ടമായി നിന്ന ആരോഗ്യവകുപ്പിനും മന്ത്രിക്കുമുള്ള രക്ഷാപ്രവർത്തനമായിരുന്നോ ആ നടത്തിയത് എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. മന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും കള്ളപ്പരാതി, CPM-ന്റെ രാഷ്ട്രീയമായ ഗൂഢാലോചന തുടങ്ങി കോൺഗ്രസും KSU പ്രവർത്തകരുമെല്ലാം തന്നെ ആരോപിക്കുന്ന കാര്യങ്ങൾ തെളിയുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മന്ത്രിയുടെ കഴുത്തിന് ആയുധം കൊണ്ട് പരിക്കേൽപ്പിച്ചു എന്നതുകൊണ്ടാണ് വധശ്രമത്തിന് കേസെടുത്ത് 5 KSU നേതാക്കളെ ജയിലിലാക്കിയത്. അവർ 16 ദിവസം ജയിലിൽ കിടന്നു. പക്ഷേ അവിടെ സുരക്ഷ ഒരുക്കിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ പറയുന്നത് ഒരു തരത്തിലുമുള്ള ആയുധം ഉപയോഗിച്ചിട്ടില്ല. മന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുകയും കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുകയും ഉന്തും തള്ളും മാത്രമാണ് നടന്നത് എന്നതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മന്ത്രിയെ പ്രവേശിപ്പിച്ച ജില്ലാ ജനറൽ ആശുപത്രിയിലെ വൂണ്ട് സർട്ടിഫിക്കറ്റിനകത്തും പറയുന്നത് മന്ത്രിക്ക് പരിക്കുകളുണ്ട്. അത് പരിക്കുകൾ മന്ത്രി പറയുന്ന ഭാഗങ്ങളിൽ കഴുത്തിന്റെ പിൻഭാഗത്തും ചെവിയുടെ താഴെയും വലത് കൈമുട്ടിന് താഴെയും ഒക്കെ ആയി തൊടുമ്പോൾ വേദനയുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ആയുധം ഉപയോഗിച്ചുള്ള ഒരു അക്രമം നടന്നതായി ഇതിലില്ല. വൂണ്ട് സർട്ടിഫിക്കറ്റിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളേ ഇല്ല. എക്സ്റേ എടുക്കാൻ പോലും നിർദ്ദേശങ്ങളില്ല. ഇത്തരത്തിൽ ഒരു സാഹചര്യമാണ് മന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും കള്ളപ്പരാതിയാണോ എന്ന വാദങ്ങൾക്ക് അടിവരയിടുന്നത്. സംഭവം പൊളിഞ്ഞായിരുന്നു. എന്തോന്ന് പൊളിഞ്ഞു? പ്രത്യേകിച്ചും ഈ കേസിൽ ഒട്ടേറെ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. മന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിലെ രോഗിക്ക് സംഭവിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്ന സമയത്താണ് പെട്ടെന്ന് മന്ത്രിയെ ആക്രമിച്ചു എന്ന തരത്തിലുള്ള പ്രചരണം നടക്കുന്നത്. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ഇത് കള്ളപ്രചരണമാണ്, കള്ളക്കേസാണെന്ന് തുടക്കം മുതൽ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ടായിരുന്നു. ആ വാദങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഇപ്പോൾ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും എല്ലാം തന്നെ. ഇനി എങ്ങനെയായിരിക്കും CPM ഇതിനെ പ്രതിരോധിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അൺപ്രഡിക്റ്റബിൾ ഇത്രയും വിചാരിച്ചില്ല. എന്തായാലും തീരുമാനമായല്ലോ.